നമസ്കാരം. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിളപ്പടിയിൽ നിന്നുമൊക്കെ തന്നെ സ്വർണം കവർച്ച ചെയ്യപ്പെട്ട സംഭവം കേവലം ഒരു മോഷണമായി ചുരുക്കാവുന്ന ഒന്നല്ല. അത് അതീവ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ അവിശുദ്ധ കൃത്യങ്ങൾക്ക് പിന്നിൽ ശക്തമായിട്ടുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന സൂചനകൾ ഈ അന്വേഷണത്തിൻ്റെ ദിശയെ തന്നെ മാറ്റിമറിക്കുന്നതിൽ ഏറെ നിർണായകമാണ്. ഇവിടെ കവർച്ച നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതിലുപരിയായിട്ട് ആരാണ് ഈ കൃത്യം ചെയ്യിപ്പിച്ചത്, അതിലേക്ക് നയിച്ച ആസൂത്രണം എങ്ങനെയായിരുന്നു, അതിന് പിന്നിലെ ഉന്നതതല ബന്ധങ്ങൾ അത് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾ ഇവിടെ സമഗ്രമായി തന്നെ അന്വേഷിക്കേണ്ടത് അത് നീതി നിർവഹണത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഗൂഢാലോചന കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുമ്പോൾ നിലവിലെ ദേവസ്വം ഭരണ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയും നിഷ്പക്ഷതയും ചോദ്യം ചെയ്യപ്പെടുന്നു. നിലവിലെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും ദേവസ്വം കമ്മീഷണറും ഉൾപ്പെടുന്ന ഭരണസമിതി അവർ തൽസ്ഥാനങ്ങളിൽ തുടരുന്നത് നീതിപൂർവകമായിട്ടുള്ള അന്വേഷണത്തിന് തടസ്സമാവുമോ എന്ന ആശങ്കയും ഇതിനോടകം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഉന്നത ഉദ്യോഗസ്ഥർ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇവിടെ എത്രത്തോളം സ്വതന്ത്രമായിട്ടും ഫലപ്രദമായിട്ടും അന്വേഷണം നടത്താൻ സാധിക്കും എന്നുള്ള ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. സ്വാധീന ശക്തിയുള്ള ഭരണസമിതി അംഗങ്ങൾ തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്താനോ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യത അത് പൂർണ്ണമായിട്ടും ഉറപ്പാക്കുന്നത് അധികാരത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നും ഇവരെ മാറ്റി നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വാസ്തവത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാർ എടുക്കേണ്ട ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു നടപടി നിലവിലെ ദേവസ്വം ഭരണസമിതിയെ മാറ്റി നിർത്തുക എന്നത് തന്നെയാണ്. ഒന്നുകിൽ അംഗങ്ങൾ സ്വമേധയാ രാജിവെച്ച് മാറി നിൽക്കണം, അല്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് അവരെ നീക്കം ചെയ്യുകയും പകരം നിഷ്പക്ഷമായിട്ടുള്ള ഒരു താൽക്കാലിക ഭരണ സംവിധാനം അവിടെ സ്ഥാപിക്കുകയും വേണം. ഇത്തരമൊരു സംവിധാനം നിലവിൽ വന്നാൽ മാത്രമേ അന്വേഷണ ഏജൻസികൾക്ക് യാതൊരു തടസ്സവും സമ്മർദ്ദവും കൂടാതെ മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നീതിന്യായപരമായിട്ടുള്ള നടപടികൾക്ക് മുൻഗണന നൽകുന്ന ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ സത്യം പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് ഭരണപരമായിട്ടുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അന്വേഷണത്തിൽ നിലവിലെ ഭരണസമിതിയുടെ ഇടപെടൽ മൂലം എന്തെങ്കിലും തടസ്സങ്ങളോ പക്ഷപാതപരമായിട്ടുള്ള നീക്കങ്ങളോ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഈ വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടും. അന്വേഷണത്തിൻ്റെ പുരോഗതി നിരീക്ഷിക്കുന്ന ഹൈക്കോടതിക്ക് നിഷ്പക്ഷത ഉറപ്പാക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടിയും വന്നേക്കാം. അത് നിലവിലെ ഭരണസമിതിയെ പുറത്താക്കുന്നതിലേക്കോ അല്ലെങ്കിൽ അന്വേഷണ മേൽനോട്ടത്തിൽ നേരിട്ട് കോടതി ഇടപെടുന്നതിലേക്കോ നയിച്ചേക്കാം. അത്തരത്തിലൊരു നിയമപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഭരണപരമായിട്ടുള്ള പ്രതിച്ഛായ നിലനിർത്തുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ട് സർക്കാർ തന്നെ ഇപ്പോൾ ഭരണസമിതിയെ മാറ്റി നിർത്തി ഒരു പകര സംവിധാനം അവിടെ കൊണ്ടുവരുന്നതാണ് ഉചിതം. ഇത് സർക്കാരിൻ്റെ സുതാര്യതയ്ക്ക് ബലം നൽകുകയും ചെയ്യും. ഇവിടെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം ഊർജിതമാവുകയും അതിലൂടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയോ മറ്റ് ഉന്നത നേതാക്കളുടെയോ പങ്ക് വ്യക്തമാവുകയും ചെയ്യുന്നതോടുകൂടി മൊത്തത്തിലുള്ള സംഭവ വികാസങ്ങളുടെ ഒരു ചിത്രം തന്നെ സമൂലമായി മാറുകയാണ്. കേവലം ഒരു കവർച്ച എന്നതിലുപരിയായിട്ട് ഇത് അധികാരത്തിൻ്റെ ദുരുപയോഗം സംബന്ധിച്ച ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി തന്നെ രൂപാന്തരപ്പെടും. ഈ മാറ്റം ഭരണമുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM-ന് ആഭ്യന്തര രാഷ്ട്രീയത്തിലും പൊതുജന മധ്യത്തിലും പ്രതിച്ഛായയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇത് പാർട്ടിയിലെ ചില നേതാക്കളുടെ പടിവാതിലുകളിലേക്ക് അന്വേഷണം നീളുന്നതിനും പാർട്ടി ഘടനയിൽ അഴിച്ചുപണികൾ ആവശ്യപ്പെടുന്നതിനും വഴിയൊരുക്കിയേക്കാം. കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലായിട്ട് കണക്കാക്കപ്പെടുമ്പോൾ അത് ഡിസംബർ ആദ്യ വാരമോ രണ്ടാം വാരമോ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സമയം അടുക്കുമ്പോഴേക്കും ഈ ഗൂഢാലോചനയുടെ വലയിലെ കുരുക്കുകൾ അത് മുറുകി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ പാർട്ടി നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തലുകളോ നിർണായക തെളിവുകളോ പുറത്തു വന്നാൽ CPM-ന് അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക. ശബരിമല കവർച്ചാ വിഷയം, സ്വർണ്ണക്കൊള്ള ഒരു ഭീഷണി നൽകുന്ന വാൾ പോലെ നേതാക്കളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. എപ്പോഴാണ് ഇത് പൊട്ടി വീഴുക എന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതുവരെ ഹൈക്കോടതിയുടെ ഇടപെടലിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂലിച്ചിരുന്നു. എന്നാൽ അന്വേഷണം ഇപ്പോൾ പാർട്ടി നേതാക്കളിലേക്ക് നീളുകയും ഗൂഢാലോചനയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ മറിച്ചൊരു നിലപാടെടുക്കാൻ പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ സാധ്യമല്ലാത്ത ഒരു ദുർഘട ഘട്ടത്തിലാണ് CPM ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതിന് പുറമെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണങ്ങളും എക്സാലോജിക്ക് SFIO വിഷയത്തിലെ പ്രശ്നങ്ങളും ഒരു വശത്ത് സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ പാർട്ടിയിലെ ഭാവി നേതൃത്വത്തെ സംബന്ധിച്ച ചർച്ചകളും ഊർജിതമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം ഉന്നത സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള നേതാക്കളെക്കുറിച്ച് പോലും അഭ്യൂഹങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ ഈ അന്വേഷണങ്ങൾ പാർട്ടിക്കും നേതാക്കൾക്കും ദോഷകരമാവുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പാർട്ടി അടപടലം പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഈ ഭരണകൂടത്തിന് അയ്യപ്പ കോപം സംഭവിച്ചിരിക്കുന്നു എന്നൊരു അഭിപ്രായം നേരത്തെ തന്നെ ശക്തമായി ഉയർന്നിട്ടുള്ളതാണ്. യുവതീ പ്രവേശനം മുതൽ തന്നെ ഈ ഒരു അഭിപ്രായം കേരളത്തിൽ അലയടിച്ചിരുന്നു. പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമം ശബരിമല അയ്യപ്പനെ മുൻനിർത്തിയ ഒരു രാഷ്ട്രീയ ലാഭ കച്ചവടം നടത്താനുള്ള ശ്രമമായി പോലും വ്യാഖ്യാനിക്കപ്പെട്ടു. അവിടെയാണ് CPM-നും സർക്കാരിനും ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രതിവിധി ശ്രമങ്ങളൊക്കെ നടത്തിയാലും ഈ അയ്യപ്പ കോപത്തിൽ നിന്നും അതിൻ്റെ ഫലമായുണ്ടായ രാഷ്ട്രീയ ഭരണപരമായിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്നും CPM-നും മുന്നണിക്കും ഇനി എളുപ്പത്തിൽ രക്ഷപ്പെടുക എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഈ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയത്തിൻ്റെ പ്രതിഫലനം വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.